പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആമിയും നോനുവും ഈ കഥ കേൾക്കൂ. മഹാകുസൃതിയാണ് ആമി മുയൽ. ചേച്ചിയായ നോനു പറയുന്നത് കേൾക്കാതെ അവൾ ഓടിപ്പാഞ്ഞു നടക്കും. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി കാട്ടുവഴിയിലൂടെ വരുമ്പോൾ ആമി കണ്ണും മൂക്കുമില്ലാതെ ഒരൊറ്റ ഓട്ടം. അത് കണ്ട് നോനു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമി അവിടെ നിൽക്ക്, ഓടണ്ട, സൂക്ഷിക്കണം. ആമി പെണ്ണേ നിന്നാട്ടെ, ഓടിപ്പാഞ്ഞു നടക്കല്ലേ, ചുറ്റും കെണികൾ പലതുണ്ട്, സൂക്ഷിച്ചില്ലേൽ പണിയാകും. ആമിക്ക് തീരെ ഇഷ്ടമായില്ല. മിണ്ടാതിരിക്കെൻ്റെ പൊന്നു ചേച്ചി, എന്നെ തിരുത്താൻ വരിക വേണ്ട, എന്നും നടക്കും വഴിയല്ലേ, സൂക്ഷിച്ചു ഞാനങ്ങെത്തിയിടാം, ആമി പറഞ്ഞു. അത് കേട്ട് മരത്തിലിരുന്ന ജമ്പുക്കുരങ്ങൻ പറഞ്ഞു, സൂക്ഷിച്ചു പോകണേ പൊന്നുമോളെ, നരിയും പുലിയും വഴിയിലുണ്ടേ, കുഞ്ഞുങ്ങളെ കണ്ടാൽ വായിലാക്കും, ചെന്നായ കൂട്ടവും വേറെയുണ്ടേ. മോളെ, ചേച്ചി പറഞ്ഞതനുസരിച്ച് ഒപ്പം നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ആപത്താണ്. കുറുക്കനും ചെന്നായിയും പുലിയുമുള്ള കാടാണ്, നന്നായി സൂക്ഷിക്കണം. ആമിക്ക് ഒരു കൂസലുമില്ല. അവൾ തുള്ളിച്ചാടി വേഗത്തിൽ മുന്നിലേക്ക് കുതിച്ചു. ചോരൻ ചെന്നായ കുറച്ചപ്പുറത്ത് ഉണ്ടക്കണ്ണ് തുറിച്ച് നാവു നീട്ടി നിൽപ്പുണ്ടായിരുന്നു. മുയൽക്കുട്ടി ഒറ്റയ്ക്ക് ഓടി വരുന്നത് കണ്ട ചോരൻ അതിനെ പിടിക്കാനായി തക്കം പാർത്തിരുന്നു. മൂളിപ്പാട്ടും പാടി ഓടിച്ചാടി വരുന്ന ആമി ഇതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് ചെന്നായ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ആമിയെ തൊട്ടില്ലെന്ന മട്ടായപ്പോൾ ജംബു ഒരു വള്ളിയിൽ തൂങ്ങിയാടി ചെന്ന് ആമിയെ വാരിയെടുത്ത് മരത്തിലേക്ക് പോന്നു. അത് കണ്ട ചെന്നായ കോപം കൊണ്ട് അലറി. ഭയന്ന് വിറച്ച നോനു ഒരു പൊത്തിൽ കയറി ഒളിച്ചിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ആമിയോട് കുരങ്ങച്ചൻ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ അനുസരണക്കേടിന്റെ ഫലം? അത് കേട്ട് ആമി തല താഴ്ത്തി മിണ്ടാതെ നിന്നു.